എങ്ങോട്ടാ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളുടെ സാറിൻ്റെ ഇന്ന് 7ാം മാസം വിളിച്ചുകൊണ്ട് പോകുന്നത്. സാറിൻ്റെ സാറിൻ്റെ വൈഫിൻ്റെ വർക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവാണ്. ഇത്രയും നേരം വീഡിയോ എടുക്കാൻ നേരത്ത് വണ്ടി ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കറക്റ്റ് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന വണ്ടി എല്ലാം ഉണ്ട് പോവാണ്. സമയം 8 മണി ആയതേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ ഇന്ന് ഞായറാഴ്ച ആയിട്ട് അയ്യോ രാവിലെ എണീറ്റിട്ട് ഞങ്ങൾക്ക് ഒന്നാമത് രാവിലെ എനിക്ക് തരും മടിയാണ്. എന്നിട്ടും ഞങ്ങൾ ഒരു 7 മണിയാകുമ്പോൾ എണീറ്റ് ഒരുങ്ങി 8 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്നാണ് പോകുന്നത്. പക്ഷെ എല്ലാവരും ഇല്ല, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും കൂടെ, സാറും മേഡവും പിന്നെ ഞങ്ങൾ രണ്ടും പിന്നെ വേറൊരു വിനീത എന്നൊരു കൊച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ സാറിൻ്റെ 7ാം മാസത്തിലെ വൈഫിൻ്റെ 7ാം മാസത്തിലെ ചടങ്ങിന് പോവാണ്. അപ്പം പോകുന്ന വഴി ബാക്കിയെല്ലാം കാണാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ കോടയൊക്കെ ചൂടിയാണ് പോകുന്നത്. നല്ല മഴ തൂളുന്ന. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ മഴയാണ്, പിന്നെ കോടയൊക്കെ പോയി എടുത്ത്. ഓക്കെ ബാഗ് ഊരി പോവാ. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാം തന്നെ ഇനി ഈ വീഡിയോ മാക്സിമം ശ്രമിക്കാം. ഇവിടെ സാറിനും മേമിനും വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ വണ്ടിയിൽ കയറി വേറെ അവിടെ മടക്കും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല മെലഡി സോങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതിൻ്റെ നേരം ഞങ്ങൾക്ക് മനസ്സിൽ വേറൊന്നും, ഞങ്ങൾ അവളുമാർ കിടന്ന് ഉറങ്ങുവാണ്. ഞങ്ങളുടെ മനസ്സിൽ ഉണ്ണി അയലിച്ച് നല്ല പുതപ്പ് കുടിച്ച് കിടന്ന് ഉറങ്ങുമായിരിക്കും. കാരണം ഞങ്ങൾ ഈ സമയം കിടന്ന് ഉറങ്ങേണ്ടതാണല്ലോ, ഇന്ന് സൺഡേ ആണ്. പിന്നെ രാവിലെ പോകേണ്ടോണ്ട് ഞങ്ങൾ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാനും രേഷും ഉള്ളായിരുന്നു. വിനീത വന്നില്ല. അവർക്ക് നല്ല യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടും മാത്രം പുറകെ ഇരുന്നൊരു ചിരിച്ച് എന്നെ ചെയ്യുന്ന ചുമ്മാ ഇരുന്ന് കുറേ ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കാരണം ഞങ്ങളോട് ഫുഡ് കഴിച്ചതായിരുന്നു. പിന്നെ സാറൊക്കെ പറഞ്ഞു നിങ്ങൾ കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കയറി. കഴിക്കുന്ന നല്ല ഹോട്ടലായിരുന്നു. കാരണം ഒരു വീട് പോലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ വെച്ചു. ഞങ്ങൾ രണ്ടും മസാല ദോശ കഴിച്ചു. സാറും മേഡവും ആണെങ്കിൽ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച്. പിന്നെ നല്ല മസാല ദോശയായിരുന്നു. പിന്നെ ഒരു ചട്നി ആയിക്കോട്ടെ, നല്ല ചട്നിയായിരുന്നു. ഞങ്ങൾക്കത് പിന്നെയും ഞങ്ങൾ മേടിച്ചു തന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പയ്യെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ഞങ്ങളോട് സംസാരിച്ച് ഇരുന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യമായിട്ട് പറഞ്ഞു നല്ല ഫുഡാന്നൊക്കെ മേം പറഞ്ഞു. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളും കഴിച്ചതൊക്കെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വണ്ടി കയറി. പിന്നെ യാത്ര പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഞാനൊന്ന് നന്നിട്ട് കിടന്ന് ഉറങ്ങി. രേശു അത് വീഡിയോ എടുത്തു. കാരണം എനിക്ക് കഴിച്ചതിന് ക്ഷീണം. രാവിലെയും കഴിച്ചു, രാവിലെ 2 പ്രാവശ്യം കഴിച്ചു. നിൽക്കുന്നു. ഞങ്ങളിവിടെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. എന്തേ പരമൊക്കെ എന്തേ അകത്തോട്ട് കയറണം. സാറ് കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കോ. അപ്പം ഞങ്ങള് സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇതേ സിനിമയുണ്ട്. ഡെസ്റ്റിനേഷൻ എത്തിയത് എൻ്റെ ആള് പരമു ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ. വന്നപ്പോഴേ ഞങ്ങൾ കഴിക്കാതിരിക്കുന്നു. അപ്പൊ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇറക്കുന്ന ഇറങ്ങി ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ആരും അറിയത്തില്ല. അത് കാരണം എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുക. കൊച്ചിനെ കിട്ടി. ഇവിടുന്ന് മണ്ണിന്ന് കളിപ്പിച്ചോണ്ടിരിക്കുവാണ്. ഞാൻ നീരജെന്ന് പറ. ഇഷ്ടപ്പെട്ടോ? ചേച്ചിനെ ഇഷ്ടപ്പെട്ടോ? ചിരിക്കുന്നേ. ഇവിടെ കുറേ സാറിൻ്റെ വീടിൻ്റെ പുറവശമാണിത്. അപ്പോൾ ഇവിടെ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
ഇതിനകത്ത് ഒരു തത്തമ്മ ഇരിപ്പുണ്ട്. കാണാൻ മേളിൽ തത്തമ്മേ തത്തമ്മേ കണ്ട, ഇതൊരു തത്തമ്മ. പിന്നെ ഇതേ ഇവിടെ കുറേ ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സാറ് തന്നെ ഉണ്ടാക്കിയൊരു കൂടാണ്. കണ്ട, ഇവിടെ കുറേ ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേണ്ട എന്തി ഇതാണ്. പിന്നെ വേറെ 2-3 കിളികൾ ഉറങ്ങുന്നുണ്ട്, അത് കാണിച്ച്. ഇത് പിന്നെ മീൻകുളമാണെന്ന് തോന്നുന്നു. മീനുണ്ട് മീന്. പിന്നെ ഇതുണ്ട്, അടിപൊളിയാണ്. ഇത് നമ്മുടെ ഇതിൽ കൂടെ പറന്ന് നടക്കുന്ന കിളിയാണ്. ഇത് ഇവിടെ വരുന്ന കിളിയാണ്. അത് സാറ് പിടിക്കുന്നത് ഇവിടെ എങ്ങാണ്ട് എന്തോ കെണി വെച്ച് പിടിക്കും, എന്നിട്ട് കൂട്ടിയിടും. കണ്ടോ, ഇത് വേറൊരു കിളി. പിന്നെ ഇതേ അവിടെ കണ്ടോ, അവിടെയും കുറേ കിളികൾ. പിന്നെ കുറേ മീനുകളും മീൻകുളങ്ങളും എല്ലാം തന്നെ ഉണ്ട് ഇവിടെ. ബാക്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളാക്കി വെച്ചേക്കുവാണ്. എന്തായാലും ഇന്നിവിടെ നല്ലൊരു കാലാവസ്ഥയാണ്. ഇത് ഇവിടെ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സാറ് എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന കിളിയാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും കണ്ടോ 2 ഉണ്ട്. സീന മിട്ടു. ഇതിൻ്റെ ഒരു കിളിയുടെ പേര് മിട്ടു എന്നാണ്. ഇതിലേത് കിളിയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതിൻ്റെ ഒരു കിളിയുടെ പേര് മിട്ടു എന്നാണ്. പിന്നെ മീന് എല്ലാം ഉണ്ട്. ഞങ്ങളാണ് കറക്റ്റ് ഉച്ച സമയത്താണ് വന്നത്. ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. കറക്റ്റ് കഴിക്കുന്ന സമയത്താണ് വന്നത്. ചൂടാണ്, അപ്പുറത്തും ആളാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് മണി ഇറങ്ങി വരുന്നുണ്ട്. ഹലോ ഹായ്. അപ്പം ഇത്രയും കളക്ഷൻസാണ് സാറിന് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോവാണ്. ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾ പോവാണ്. നാളെ ഒരു വർക്ക് ഉണ്ട്, അത് തീർക്കണം. അപ്പം അതിനായിട്ട് ഇന്ന് പോവുകയാണ്. ഞങ്ങൾ 4 പേര് വന്നുള്ളൂ, കാരണം ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല. സാറിൻ്റെ ഒരു സ്വർഗരാജ്യം അപ്പം നമുക്കിനി കുറച്ച് തിരിച്ചു പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വഴിയെ കാണാം. ബൈ. പിന്നെ അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ദക്ഷിണ കൊടുക്കുന്നതായിരുന്നു. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു, ഒരു 50 പേരായിരുന്നു. പിന്നെ പരമൊരു നാണം, കാരണം കാലൊക്കെ തൊട്ടിരുന്നു സാറിൻ്റെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയൊക്കെ നിന്നു. അവിടെ ഇപ്പോഴത്തേന് മഴയൊക്കെ കുറഞ്ഞായിരുന്നു. അവിടെ ചെന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് മഴയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അവരെല്ലാം ഇറങ്ങി, കാരണം അവരിറങ്ങിയപ്പോൾ അവിടെ ശൂന്യമായി, കാരണം അവരേ ഉള്ളായിരുന്നു അവിടെ. ഇത്രയും പേരായിരുന്നു കേട്ടോ അവർ വന്നത്. പിന്നെ സാറും പുറകെ പോയി. ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് അവരുടെ പുറകെ പോയപ്പം പരമൊരിച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാറിന് തന്നെ സാർ നാളെ വിളിച്ചുകൊണ്ട് വരും. അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പലഹാരം അങ്ങ് പൊട്ടിച്ച് 7 കൂട്ടം പലഹാരം. ഞങ്ങൾ ഇൻട്രസ്റ്റോടെ എന്നൊക്കെ നോക്കി. അലുവയും ലഡുവും പിന്നെ മടക്കും, ഇത് നിറച്ച് മടക്ക ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ തിന്നാൻ തോന്നി. പക്ഷേ ഞങ്ങൾക്ക് ഓൾറെഡി ഇച്ചിരി വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ വന്നതേ ചോറുണ്ടോ നിങ്ങൾ കണ്ടു കാണല്ലോ. വന്നതേ ഞങ്ങൾ ചോറിനോ ചെയ്തത്. കണ്ട് ജിലേബിയൊക്കെ നല്ല കിടക്കുന്ന 7 കൂട്ടം ഉണ്ടായിരുന്നു. 7 കൂട്ടം. ഞങ്ങളിത് ഫോൺ എടുക്കാൻ വേണ്ടി പോയി. എൻ്റെ ഫോൺ കാറിൻ്റെ അടുത്ത് വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ ഫോൺ എടുത്തിട്ട് വരാം. എല്ലാവരും അവിടെ ഭയങ്കര കഥ പറച്ചിലും കാര്യങ്ങളും എല്ലാമാണ്. പഴയ കാര്യങ്ങളൊക്കെ അവരൊക്കെ പോയി. പിന്നെ കുറേ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു, ഇവളും കുറച്ച് കഴിച്ചു. ഞാൻ മടുത്ത്. ജിലേബിയും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ മടുത്തു. പിന്നെ അതല്ല, ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ചെറിയ വീഡിയോസ് ഒക്കെ ഇതാണ്. ഇവിടെ ഞങ്ങൾ വണ്ടി ഇട്ടേക്കുന്നത്. ഞങ്ങളിപ്പം പട്ടിനെ കാണാൻ പോവാണ്. ഹസ്കിനെ എല്ലാരും കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. വളരെ സുന്ദരനാണ്. സാർ ഇതേണ്ട ഇവിടെ നിന്ന് പറയുന്നു. സാറും ഹായ്, ഞങ്ങളെല്ലാം ഹസ്കിയെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നല്ല, ഞങ്ങളങ്ങനെ ഹസ്കിയുടെ അടുത്തെത്തി. ലിയ അല്ലേ? ലിയ താന്നിന്നേ.
അല്ല ലിയ മതി നിർത്തിക്കോ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് കൈ പലഹാരം മേമലി പലഹാരം അച്ചാറുണ്ട് പിന്നെ പായസം പിന്നെ മേം കൊണ്ടുപോയി പലഹാരം ഇതൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കയറാൻ പോകാൻ വണ്ടിക്കകത്ത്. എന്ന് പറഞ്ഞ എന്നെ ചൂടേറ്റിങ്ങോട്ട് പാക്കേജ് ചെയ്തു. പിന്നെ ഞങ്ങൾ സാറിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ജിലേബി ലഡു ഒക്കെ ഇരുന്ന് തിന്നായിരുന്നു. പിന്നെ ചോറും ഉണ്ട്, പായസം 2 കൂട്ടുന്നതൊക്കെ കഴിച്ച് ഞങ്ങൾ സിനിമ കാണാമെന്ന് വിചാരിച്ചു. 7 മണി അവിടെ ചെന്നപ്പം 7:20 ഷോയ്ക്ക്. പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് കയറി. പിന്നെ മേമിൻ്റെ യേശു ഇത് ഓടുന്നു. സിനിമ ഒന്നും പറയില്ല, നല്ല സിനിമയായിരുന്നു. കോമഡി സിനിമയായിരുന്നു. നിങ്ങൾക്കൊന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. കോമഡി സിനിമയായിരുന്നു. കുറേ നേരം ഇവിടെ നിന്ന് ചിരിച്ച് ആ ക്ഷീണമൊക്കെ ഇങ്ങ് പമ്പ കിടന്നു കേട്ടോ. സിനിമ കണ്ടപ്പം ആ വന്ന ക്ഷീണമൊക്കെ ഇങ്ങ് പോയി. പിന്നെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് വിട്ട് കുളിച്ചിട്ട് കിടക്കാൻ തുടങ്ങുക. നിങ്ങൾ മേമിനെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ കയറിയില്ല. അത് കാരണം ഞങ്ങൾ ഇന്ന് സിനിമേമിൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ വന്നു. നല്ല ടയർഡാണ്. കിടന്ന് അപ്പം തന്നെ ഉറങ്ങും. പിന്നെ രാവിലെ എനിക്ക് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്, ഓഫീസിൽ പോകണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.